നമുക്ക് ഈ യോഗ നടപടികൾ ആരംഭിക്കാം. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നതിനായി കൈലാംസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ MS വിജയൻ അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെൻ്ററി സ്റ്റഡി സെൻറ്റർ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജേർണലിസം PG വിദ്യാർത്ഥികൾക്കായിട്ട് സംഘടിപ്പിക്കുന്ന ദ്വിദിന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ ഈ പരിശീലന പരിപാടിയെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കട്ടെ. നിങ്ങൾക്കെല്ലാം അറിയാം, ജനാധിപത്യത്തിൻ്റെ 3 പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി അല്ലേ. അപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ കെട്ടുറപ്പിന് 3 പില്ലേഴ്സ് മതിയോ? ആ 4ാമത്തെ പില്ലറായിട്ട് ഇപ്പോൾ വിശ്വസിപ്പിക്കപ്പെടുന്നത് നമ്മുടെ മീഡിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ മീഡിയയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തെയും നിയമസഭാ നടപടിക്രമങ്ങളെയും കുറിച്ച് പൊതുജനങ്ങളിൽ കൃത്യമായൊരു അവബോധം സൃഷ്ടിക്കുക എന്നത് മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. മറ്റ് വാർത്തകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റ് വാർത്തകളൊക്കെ പല രീതിയിൽ ചില വ്യത്യാസങ്ങളൊക്കെ അവരുടെ മനോധർമ്മം അനുസരിച്ചും മറ്റു പല കാരണങ്ങളുണ്ടാവും. എന്നാൽ നിയമസഭാ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വരാൻ പാടില്ല. അത് വ്യക്തവും വളരെ കൃത്യവുമായിരിക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും നിയമസഭാ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചില പാവപ്പിഴകളും ചില അപാകതകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് നിയമസഭാ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള ശരിയായ ഒരു അവബോധം ഇല്ലാത്തതാണ് അതിന് ഒരു കാരണം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് നിയമസഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരുടെ പഠനകാലത്ത് തന്നെ കൃത്യമായ ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജേർണലിസം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെയൊരു പരിശീലന പരിപാടി സംഘടിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിശീലന പരിപാടിക്ക് നമ്മൾ ആദ്യം ഒരു രജിസ്ട്രേഷൻ ഫീസൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ അത്യാവശ്യവും അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നമ്മളിപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. പല മാധ്യമ സ്ഥാപനങ്ങളും അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ 5 മാധ്യമ സ്ഥാപനങ്ങളാണ് നമ്മൾ തങ്ങളുടെ വിദ്യാർത്ഥികളെ ഈ ഒരു പരിശീലന പരിപാടിയിലേക്ക് അയക്കാമെന്ന് താല്പര്യം അറിയിച്ചിട്ടുള്ളത്. ഇനിയും കൂടുതൽ സ്ഥാപനങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ച് വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പം ഇന്ന് ആദ്യത്തെ ബാച്ചാണ് നിങ്ങൾ. അപ്പം തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിലെ 22 വിദ്യാർത്ഥികൾ അല്ലേ, 22 വിദ്യാർത്ഥികളാണ് ഈ ആദ്യ ബാച്ചിൽ പങ്കെടുക്കുന്നത്. ഈ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നിയമസഭാ നടപടിക്രമങ്ങളുടെ പൊതുവായ കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രിവിലേജ്, നിയമനിർമ്മാണ പ്രക്രിയ, ബജറ്റിൻ്റെ നടപടിക്രമങ്ങൾ, നിയമസഭയും മാധ്യമങ്ങളും, ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നിയമസഭാ ഗാലറി, അതുപോലെ നിയമസഭാ മ്യൂസിയം എന്നിവ സന്ദർശിക്കുന്നതിനും, അതുപോലെ തന്നെ നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ വിവിധ വിഭാഗങ്ങൾ നേരിട്ട് പരിചയപ്പെടുന്നതിനും, നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ വന്നവരുണ്ടോ ഇവിടെ? നിയമസഭ വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അതെല്ലാം ഒരു അവസരമായിട്ട് തന്നെ നിങ്ങൾക്കിത് കിട്ടുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ഈ മുൻഗാമികൾക്ക് കിട്ടാത്ത ഒരു അവസരമാണ്, ഇത് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഈ ഒരു സുവർണാവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ഭാവി പത്രപ്രവർത്തനത്തിൽ നിങ്ങളിത് വളരെ ഉപകരിക്കും. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ പരിശീലന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീർ സാറിനെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ശ്രീ ഷാജി CB അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിശീലന പരിപാടിയിലേക്ക് ആശംസ അർപ്പിക്കാൻ കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി കിരൺബാബു സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം പ്രസ് ക്ലബ് തിരുവനന്തപുരം ഡയറക്ടർ ശ്രീ CB കാട്ടാമ്പള്ളി എന്നിവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന കൈലാംസ് ഡയറക്ടർ ശ്രീ GP ഉണ്ണികൃഷ്ണനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ബാക്കി മറ്റെല്ലാവരെയും യോഗത്തിൻ്റെ പേരിൽ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ സ്പീക്കർ ശ്രീ എൻ ഷംസീർ സാർ, ഈ യോഗത്തിൻ്റെ സ്വാഗതം ആശംസിച്ച എക്സിക്യൂട്ടീവ് ഡയറക്ടർ MS വിജയൻ, ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി കിരൺബാബു സാർ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം പ്രസ് ക്ലബിൻ്റെ ഡയറക്ടർ CB കാട്ടാമ്പള്ളി സാർ, കൈലാംസിൻ്റെ ഡയറക്ടർ GP ഉണ്ണികൃഷ്ണൻ, ഇവിടെ നമ്മുടെ ഈ പരിശീലന പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ PGDG സ്റ്റുഡൻസായ നിങ്ങൾ ഓരോരുത്തരും, പിന്നെ അതുകൂടാതെ ഇവിടെ മാധ്യമപ്രവർത്തകരുണ്ട്, നമ്മുടെ കൈലാംസ്, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ കൈലാംസ് ഇതുവരെ വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മാധ്യമ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു പഠന പരിശീലന പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണമെന്നുള്ളത് നമ്മുടെ സ്വാഗതം ആശംസിച്ച വിജയൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിലെ ഒരു പഴയ വിദ്യാർത്ഥിയാണ്. നമുക്കറിയാം, അന്നൊന്നും ഏതെങ്കിലും ഒരു അധ്യാപകൻ വന്ന് നമ്മളെ ഒരു ദിവസം ഒന്ന് ഈ നിയമസഭ നടപടികളെക്കുറിച്ചൊന്ന് പറഞ്ഞ് അവരങ്ങ് പോകും. പക്ഷേ
നമുക്ക് വളരെ ഡീപ്പായിട്ടൊരു അറിവ് അതിനെക്കുറിച്ച് കിട്ടുന്നില്ല. പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ചും നിയമസഭാ നടപടിക്രമങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ വളരെ ആഴത്തിലൊരു അറിവ് നമുക്ക് ആവശ്യമാണ്, നിയമസഭയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കേലാംസ് ഇങ്ങനൊരു പഠന പരിശീലന പരിപാടി നിങ്ങളെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 4ഓളം സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് മാസ് കമ്മ്യൂണിക്കേഷനിലും ഒക്കെ വിവിധ ജേർണലിസം സ്വകാര്യ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ വിവിധ കോഴ്സുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ പോലും ഇങ്ങനെ ഒരു അറിവ് വളരെ ഡീപ്പായിട്ട് നിയമസഭാ നടപടിക്രമങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് വളരെ സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടം നിങ്ങൾക്കറിയാം, ഫേക്ക് ന്യൂസിൻ്റെയും പെയ്ഡ് ന്യൂസിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ജനത്തോടും സമൂഹത്തോടും ഒക്കെ വളരെ പ്രതിബദ്ധതയുള്ള മാധ്യമപ്രവർത്തകരായിരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ കോഴ്സ് പ്രയോജനം വളരെ നമ്മൾ നല്ല ഒരു പഠന വിഷയങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിയമനിർമ്മാണ സഭകളുടെ ചരിത്രമുണ്ട്, നിയമസഭാ നടപടിക്രമങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പത്രത്തിലൊക്കെ നിങ്ങൾ വായിക്കുന്നതാണ്, പൊതുചോദ്യം, അടിയന്തര പ്രമേയ ശ്രദ്ധ ക്ഷണിക്കൽ, സബ്മിഷൻ, അങ്ങനെ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ നിയമസഭാ സമിതികളുടെ പ്രവർത്തനം എന്താണെന്നുള്ളത്, നിയമസഭാ റിപ്പോർട്ടിംഗ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ വിഷ്വൽ മീഡിയ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മളിവിടെ സഭാ TV എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. സഭാ TVയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തും. അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിശീലന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ആദരണീയനായ നിയമസഭാ സ്പീക്കർ M. ഷംസീർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, നിയമസഭയുടെ സെക്രട്ടറി ഷാജി C. ബേബി, വേദിയിലിരിക്കുന്ന കിരൺ ബാബു, CB കാട്ടാമ്പള്ളി, സ്വാഗതം ആശംസിച്ച MS വിജയൻ, പ്രിയപ്പെട്ട മാധ്യമ വിദ്യാർത്ഥികളെ, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെൻ്ററി സ്റ്റഡീസ്, ഇതാണ് കേലാംസ്. കേലാംസിൻ്റെ ആഭിമുഖ്യത്തിലാണ് ജേർണലിസം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായുള്ള ഒരു 2 ഡേ പഠന പരിപാടിയുടെ സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളാണ് ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ മാധ്യമരംഗത്ത് ഏറ്റവും സജീവമായി പ്രവർത്തിക്കേണ്ട, ഇടപെടേണ്ട ഗ്രൂപ്പാണ് നമ്മുടെ മുന്നിൽ കൂടിയിരിക്കുന്നവർ. മീഡിയ ജനാധിപത്യത്തിൻ്റെ 4th സ്റ്റേറ്റാണ്. ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഒക്കെ ദുർബലത പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിൽ സത്യം പൊതുസമൂഹത്തിന് മുമ്പാകെ പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു പരിധിവരെ കേരളത്തിലെ, ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഒരു ഘട്ടത്തിൽ നിർവഹിച്ചിരുന്നു. ഇപ്പോൾ അതിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ നിങ്ങൾ പാഠഭാഗത്തിൻ്റെ ഭാഗമായി പഠിച്ചു കാണും, മാനുഫാക്ചറിങ് കൺസെൻറ്റ്, പൊതുസമ്മതിയുടെ നിർമ്മാണം. ചിലർ ചേർന്ന് അസത്യങ്ങൾ പ്രചരിപ്പിച്ചത് സത്യമാക്കി മാറ്റുന്നു. അത്തരമൊരു മാനുഫാക്ചറിങ് കൺസെൻറ്റിൻ്റെ ബൈ പ്രോഡക്റ്റായിരുന്നു ഇറാഖ് വാർ. അത്തരമൊരു മാനുഫാക്ചറിങ് കൺസെൻറ്റിൻ്റെ പ്രോഡക്റ്റായിരുന്നു സദ്ദാം ഹുസൈൻ്റെ കൊലപാതകം ഉൾപ്പെടെ. ഏതായാലും സാർവദേശീയ വിഷയത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. മാധ്യമരംഗത്തെ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ എഴുതിയിരിക്കുന്നുണ്ട്. അവർക്കിന്നും നാളെയുമായി നിങ്ങൾക്ക് അവർ ക്ലാസ് നൽകും. ഒന്നിവിടെ കൂടിയിരിക്കുന്നതോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, സത്യം പറയാൻ ശ്രമിക്കുക. ബ്രേക്കിങ്ങിന് വേണ്ടി നുണ പ്രചരിപ്പിക്കരുത്. അത് ലോങ് ലാസ്റ്റിംഗ് അല്ല. നിങ്ങൾക്കൊരു പക്ഷേ കരിയറിനകത്ത് അപ്പോൾ ഒരു ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പോപ്പുലാരിറ്റി കിട്ടും, ജനങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കും, നിങ്ങൾ അതിലങ്ങ് മതിമറന്നു പോകും. പക്ഷെ അത് ലാസ്റ്റ് ചെയ്യില്ല, അതിനാകെ ഷോർട്ട് ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രിൻ്റിൽ എത്ര പേരുണ്ട്, വിഷ്വലിലേക്ക് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾക്ക് ശോഭനമായൊരു ഭാവി ഞാൻ ആശംസിക്കുകയാണ്. മികച്ച നിലയിൽ പ്രവർത്തകന്മാരായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുകയാണ്. നിയമസഭ നിയമനിർമ്മാണ സഭയാണ് കേരളത്തിൽ
എല്ലാ വിഷയങ്ങളും വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയുമാണ് നിയമസഭ. ഇവിടെ വിജയൻ സ്വാഗതം പറയുമ്പോൾ പറഞ്ഞു, നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ബ്രീഫായി അദ്ദേഹം പറഞ്ഞു. നിയമസഭ ഏതൊരു മാധ്യമ പ്രവർത്തകയും കാണേണ്ട മേഖല തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ വിഷ്വൽ മീഡിയ വന്നു, നേരത്തെ പ്രിൻ്റ് മീഡിയ മാത്രമായിരുന്നു. എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന ജനറേഷൻ പ്യൂർലി വിഷ്വൽ മീഡിയയുടെ മാത്രം കാര്യങ്ങൾ കണ്ടവരായിരിക്കും, വിഷ്വൽ മീഡിയയുടെ അതിപ്രസരത്തിൻ്റെ കാലത്ത്. പക്ഷെ ഞാനൊക്കെ വിദ്യാർത്ഥിയായി പഠിക്കുന്ന ഘട്ടത്തിൽ പ്രിൻ്റ് മീഡിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ സിബി സാറൊക്കെ അദ്ദേഹം പ്രിൻ്റ് മീഡിയയിൽ മലയാള മനോരമയിൽ ദീർഘകാലം പ്രവർത്തിച്ച അനുഭവമുള്ള ആളാണ്. അന്ന് സഭ കൃത്യമായി നിയമസഭാ സാമാജികനാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ഞങ്ങളൊക്കെ അന്ന് മാധ്യമങ്ങളുടെ സഭാ റിപ്പോർട്ടിംഗ് വായിക്കുമായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടി. ഇന്നും മാധ്യമങ്ങളുടെ സഭാ റിപ്പോർട്ടിംഗ് ഉണ്ട് പ്രിൻ്റ് മീഡിയയുടെ. അത് എത്ര പേര് വായിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തൊക്കെ കാര്യങ്ങളാണ് സഭയിൽ നടക്കുന്നത്. ഏതായാലും മീഡിയ പ്രവർത്തകർ സഭ കൃത്യമായി ഒബ്സർവ് ചെയ്യണം, മനസ്സിലാക്കണം. സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവണം. അതൊന്ന് വെറുതെ ഇരുന്ന് ഒബ്സർവറായി വന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. 2, ഇവിടുത്തെ ലൈബ്രറിയും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുക. ഓരോ കാലഘട്ടത്തിലെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിലൂടെ ഒന്ന് കണ്ണോടിക്കുക. ആ നിലയിലെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. നിയമസഭയ്ക്ക് വളരെ വലിയ ലൈബ്രറിയുണ്ട്, സംവിധാനങ്ങളുണ്ട്, മ്യൂസിയമുണ്ട്. അതൊക്കെ നിങ്ങൾ കാണാനും മനസ്സിലാക്കാനും തയ്യാറാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും നിയമസഭാ സമ്മേളനം വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കും. അതിനകത്തും നിങ്ങൾ വന്ന് കാര്യങ്ങൾ നേരിട്ട് പഠിക്കണം. തിയറി കൊണ്ട് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. പ്രാക്ടിക്കലാണ് ഏറ്റവും പ്രധാനം. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തിയറി കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ പ്രാക്ടിക്കൽ സൈഡിലെത്തും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തിയറി സൈഡ് മനസ്സിലാക്കുമ്പോൾ തന്നെ പ്രാക്ടിക്കലായി നോളജ് നേടാൻ നിങ്ങൾ നിയമസഭയിലെ സഭാ നടപടികൾ വന്ന് വാച്ച് ചെയ്ത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ചാനലുണ്ട്, സഭാ ചാനൽ, സഭാ TV. നേരത്തെ ഉണ്ടായിരുന്നില്ല. നേരത്തെ എല്ലാ ചാനലുകളും ഇതിനകത്ത് വന്ന് റെക്കോർഡ് ചെയ്ത് പോക്കായിരുന്നു. ഇപ്പോൾ അത് എക്സ്ക്ലൂസീവ്ലി സഭാ TV മാത്രമാണ്. സഭാ TVയുടെ വാട്ടർമാർക്കോടുകൂടി മാത്രമേ മറ്റ് ചാനലുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഞങ്ങൾക്ക് സ്വന്തമായൊരു ചാനലുണ്ട്. ചാനലിൻ്റെ മാർക്കറ്റിംഗ് ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഒരു ഘട്ടത്തിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു, പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം കാണിക്കുന്നില്ല. അതിപ്പോൾ നമ്മൾ പരിഹരിച്ചു, പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം കൂടി കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചാനലുകളെ നമ്മൾ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള കാരണം? നിയമസഭാ സാമാജികന്മാർ വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചു വരുന്നവരായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒന്ന് കണ്ണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് ആ ചാനൽ MLA പരമാവധി അപമാനിക്കുക. മനുഷ്യനാകുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിപ്പോക്ക് ചെയ്യും. അത് മാത്രം ഫോക്കസ് ചെയ്ത്, ക്യാമറ ഫോക്കസ് ചെയ്ത് റെക്കോർഡ് കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതുപോലെ സഭക്കകത്തെ കാര്യങ്ങളെല്ലാം ലൈവ്. ഇപ്പം നമ്മളൊരു 10 മിനിറ്റ് ഡെഫർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. എന്താ കാരണം? 10 മിനിറ്റ് ഡെഫർ ചെയ്യാൻ കാരണം, ഏതെങ്കിലും ഒരാൾ ഒരു സാമാജികൻ്റെ പ്രസംഗത്തിനകത്ത് ക്രമപ്രശ്നം ഉന്നയിച്ച് ആ ക്രമപ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭാതലങ്ങളിൽ നിന്ന് നീക്കേണ്ടതാണെങ്കിൽ അത് നീക്കാനുള്ള സമയം കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഡെഫർ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ സഭാ പ്രൊസീഡിങ്സ്, അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്താൽ ലൈവായി നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൈവായി അന്ന് ഒരുപക്ഷെ 15ാമത് കേരള നിയമസഭയായിരിക്കും ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത നിയമസഭ. ചോദ്യോത്തരം 1 മണിക്കൂർ ലൈവായി കാണിക്കുന്നുണ്ട്. പിന്നെ സാമാജികന്മാർ അവരുടെ പ്രസംഗങ്ങൾ, സബ്മിഷനുകൾ, ഇതൊക്കെ ലൈവായി എടുത്ത് ചിലർ സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിക്കുന്നുണ്ട്, ചിലർ സ്വന്തമായി പ്രചരിപ്പിക്കുന്നു, ചിലർ പത്രമാധ്യമങ്ങൾക്ക് അവരുടെ സബ്മിഷൻസും മറ്റും കാണിക്കാൻ തയ്യാറാവുന്നുണ്ട്. എന്നിരുന്നാലും നല്ല രീതിയിൽ കേരള നിയമസഭ മാധ്യമപ്രവർത്തകരോട് വളരെ കോടിയലായി സഹകരിച്ചു പോകുന്നൊരു സഭയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇന്ന് കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. അംബാനിയുടെ കൈവശം 10-30ലേറെ ചാനലുണ്ട്. അദാനിയുടെ കൈവശം
10-20 ചാനലുണ്ട്. അപ്പം പ്രവർത്തനം നിഷ്പക്ഷമായി നടക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ചാനൽ മുതലാളിയുടെ താല്പര്യങ്ങൾ പലപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്, പത്രത്തിൻ്റെ മുതലാളിയുടെ താല്പര്യം സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ എത്രമാത്രം നിങ്ങൾക്ക് സത്യസന്ധമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയുടെ താല്പര്യം പോലെയാണ്, സ്ഥാപനത്തിൻ്റെ ഉടമയുടെ താല്പര്യം പോലെയാണ്. പക്ഷേ അതിനപവാദമായി ചില ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ചില ഓൺലൈൻ ചാനലുകളുടെ തലവന്മാരൊക്കെ ഇപ്പോൾ ജയിലിലാണ് ചില വാർത്തകൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട്. ആൾട്ട് ന്യൂസിൻ്റെ മീഡിയ പ്രവർത്തനം കുറേ കാലം ജയിലിൽ കിടന്നു. ഇപ്പോൾ മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ 181 എടുത്താൽ നമ്മുടെ സ്ഥാനം 161. അത്രമാത്രം സ്വാതന്ത്ര്യം മാധ്യമപ്രവർത്തകർക്ക് ഇല്ലാത്ത രാജ്യമാണ് ഇന്ത്യ. നിങ്ങൾ ധരിച്ചു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 161. ഇന്ത്യയേക്കാൾ മാധ്യമപ്രവർത്തകർക്ക് സ്വാതന്ത്ര്യമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. നിരവധി മാധ്യമപ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിരവധി മാധ്യമപ്രവർത്തകർ തുറങ്കലടക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കെട്ടകാലത്താണ് നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിരാശപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ഫാക്റ്റ് പറയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വരികണ്ട് ഇയാളെ വിളിച്ചിട്ട് ലാസ്റ്റ് നമ്മളെ ആകെ ഡിമോറലൈസ് ചെയ്യുന്ന പ്രസംഗമാണല്ലോ നടത്തിയത്. ഡിമോറലൈസ് ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് ഫാക്റ്റായി പറയാൻ ഞാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അതോറിറ്റി എന്നൊക്കെ അവർ സംസാരിക്കും എന്നുള്ളതാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, എല്ലാത്തിൻ്റെയും അതോറിറ്റി നിങ്ങൾ തിരിച്ചു വച്ചേക്കരുത്. ഗിവ് ആൻഡ് ടേക്ക് ആണ്, ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങലാണ്. രാഷ്ട്രീയ രംഗത്ത് ഞാനൊക്കെ വളരെ ജൂനിയറാണ്, പക്ഷെ വിഷ്വൽ മീഡിയയിൽ ഞാനൊക്കെ വളരെ സീനിയറാണ്. വിഷ്വൽ മീഡിയ തുടങ്ങിയ ഘട്ടം മുതൽ വിഷ്വൽ മീഡിയക്കകത്ത് ഒരു മുഖമായി വന്ന് ചർച്ച ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ചോദിക്കുമ്പം കുറച്ച് പൊളൈറ്റ്നെസ് ഒക്കെ ഉണ്ടാവണം. പലപ്പോഴും ന്യൂ ജനറേഷൻ ഇല്ലാത്ത കാര്യം അതാണ്. നിങ്ങൾ എത്ര പേർ പ്രിൻറ്റിൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല, എത്ര പേർ വിഷ്വൽ മീഡിയ അല്ല. മിക്കവാറും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വിഷ്വൽ അല്ല. എല്ലാവരും വിഷ്വൽ മീഡിയസിലേക്ക് പോകാൻ താല്പര്യം നിങ്ങൾക്കൊക്കെ. അതാകുമ്പോൾ ലൈവായി നിൽക്കാമല്ലോ. അതുകൊണ്ട് രണ്ടും ബാലൻസ് ചെയ്ത് ലിറ്റററി സ്കില്ലുള്ള ആൾ ലിറ്റററി സ്കില്ല് നശിപ്പിക്കാൻ പാടില്ല. ഇതിൽ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലിറ്റർ എഴുതാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കത്തക്ക കാര്യങ്ങൾ പോകണം. പിന്നെ 5 പതിറ്റാണ്ടിൻ്റെ 6 പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളോട് പോയി ചോദിക്കല്ലേ, ഇതങ്ങ് കുത്തിക്കയറ്റിയിട്ട്. അതിലൊക്കെ അത് നിങ്ങളെ മാത്രമല്ല, പൊതുവിലുള്ള പ്രശ്നമാണ്. നിങ്ങളിപ്പോൾ ഇത് ഈ ഫീൽഡിലേക്ക് വരുന്ന ന്യൂ കമേഴ്സാണ്. പലരുടെയും സമീപനം എന്താ? ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും മയമുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കാം, കുറിക്കുകൊള്ളുന്ന ക്ലവർ ക്വസ്റ്റ്യൻസ് ഇടാം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ആ ക്ലവർ ക്വസ്റ്റ്യൻസ് ക്ലവറായി പ്രസൻറ്റ് ചെയ്യണം. ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്, അതുകൊണ്ട് എനിക്കെന്തും ആവാം എന്ന അഹന്തയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. പൊതുപ്രവർത്തകർ ഇങ്ങോട്ട് ബഹുമാനിച്ച അങ്ങോട്ട് ബഹുമാനിക്കും. പൊതുപ്രവർത്തകരോട് ഇങ്ങോട്ട് തണ്ട് കളിച്ച ചിലർ അതേ അർത്ഥത്തിൽ ഉത്തരം നൽകും, ചിലരങ്ങ് ഒഴിഞ്ഞു മാറിപ്പോകും. കാരണം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ അങ്ങനെ ആയിരിക്കുമല്ലോ. ചിലർക്കൊക്കെ ധിക്കാരത്തിൻ്റെ മുഖം നൽകിയത് മാധ്യമപ്രവർത്തകരാണ്. ധിക്കാരിയാണ്, തണ്ടുള്ള ആളാണ്, എറഗൻസാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അങ്ങനെ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ചോദിച്ച ധിക്കാരത്തിൻ്റെ ചോദ്യം അവിടെ ഉണ്ടാവില്ല. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറഞ്ഞോളാം ഞങ്ങൾ ഉത്തരം പറഞ്ഞാൽ അതാണ് നിങ്ങൾ കാണിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. പൊതുവിൽ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. മീഡിയ, ഈ ലെജിസ്ലേച്ചർ അസംബ്ലി നിങ്ങൾക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ പെട്ടെന്ന് തന്നെ വിടുന്നു. നിങ്ങൾ ഏതെങ്കിലും ചാനലിനകത്തോ പത്രത്തിനകത്തോ കയറിയാൽ ഒറ്റയടിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കും. നിങ്ങൾ ഒന്ന് വെറുതെ കയറി നോക്കിയാൽ മതി. എല്ലാം സൂപ്പർ സീനിയേഴ്സുമാണ് ഒന്നിരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് വളരെ പെട്ടെന്നൊന്നും നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ കയറിയാൽ ഇതിനകത്ത് എൻട്രി കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇപ്പം നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും, ഇതെല്ലാം നോക്കി പഠിക്കാൻ. അത് നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ബ്രേക്കിങ്ങിന് വേണ്ടി ആളെ കൊല്ലാൻ പാടില്ല. പൊതുപ്രവർത്തകന്മാരുടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ദീർഘകാലത്തെ കരിയറിനൊടുവിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തുമ്പം നിങ്ങൾക്ക് അയാളെ നശിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കരുത്. ഞാനിത് പറയാൻ കാരണം അത്തരമൊരു ബ്രേക്കിംഗ് ന്യൂസിൻ്റെ ഇരയാണ് ഞാൻ. നിങ്ങൾ ബ്രേക്ക് ചെയ്തു, തെരഞ്ഞെടുപ്പിൽ ഞാൻ ബ്രേക്കായി, അതിനപ്പുറത്തൊന്നുമില്ല. ബ്രേക്കിംഗ് ആണ്.
ഞാനതൊന്നും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്കൊക്കെ ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും മുഖം പൊതുസമൂഹത്തിനിടയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെപ്പോലെ ആളുകൾ നൽകിയ സംഭാവനയാണ്. വ്യക്തിപരമായി നമ്മളാരും അങ്ങനെയുള്ള ആളുകളല്ല. പക്ഷേ നിങ്ങളെല്ലാം കൂടി കൂട്ടത്തോടെ പറയും അയാൾ ധിക്കാരിയാണ്, ബ്രാൻഡ് ചെയ്യും. അതിലൊക്കെ നല്ല ശ്രദ്ധ നിങ്ങൾ വെച്ച് പുലർത്തണം. ആഫ്റ്റർ ഓൾ നിങ്ങളെല്ലാം ഇതൊരു കരിയറായി തിരഞ്ഞെടുത്ത് ഇതിനകത്ത് ഡെഡിക്കേറ്റഡായി നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. ആ താല്പര്യം നിങ്ങൾ പ്രകടിപ്പിക്കും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. നല്ല രീതിയിൽ സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വേട്ടയാടലുകളൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരുപക്ഷെ താൽക്കാലികമായി നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം തെറ്റായ വാർത്തകൾ കൊടുക്കുമ്പോൾ ഉണ്ടാവുമെങ്കിലും ആത്യന്തികമായത് ലാസ്റ്റ് ഇല്ല എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കേണ്ടത്. സുദീർഘമായ പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. കിരണം മറ്റു ആളുകൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോവാതെ നിയമസഭയും ബന്ധപ്പെട്ട് കാലാംസ് നൽകുന്ന ഈ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ആളുകളെയും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വേണ്ടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ആശംസാ പ്രസംഗം നടത്തുന്നതിനായി കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബു അവരെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ഷാജി സി ബേബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിലൂടെ ഉണ്ടായ അനുഭവത്തിൽ തെറ്റായ ദുരനുഭവവും നല്ല അനുഭവങ്ങളും ഒക്കെ നിങ്ങളോട് വിവരിക്കുകയും ഒക്കെ ചെയ്ത, പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചില്ല അവസാനം എന്താണ് സംഭവിച്ചതെന്ന്. നിങ്ങൾ കൂടി പഠിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണിത്. അത്തരം ചില സംഭവങ്ങൾ കൂടി എപ്പോഴും നല്ലത് മാത്രമാണ് മാധ്യമപ്രവർത്തനം എന്ന് കരുതരുത്. നമ്മുടെ മാധ്യമപ്രവർത്തനത്തിനിടയിൽ തെറ്റായ പ്രവണതകളും തെറ്റായ പല വലിയ വീഴ്ചകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്കതൊരു വാർത്തയോ അല്ലെങ്കിൽ ബ്രേക്കിങ്ങോ ഒക്കെ മാത്രമാണ്. പക്ഷേ പലപ്പോഴും അത് അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അത് ജീവിതം തന്നെ ബ്രേക്ക് ചെയ്യുന്ന ഒന്നാവും. ചിലർക്ക് തിരിച്ച് പിന്നീട് വരാൻ കഴിയും. ചിലർക്ക് ചിലപ്പോൾ ആത്യന്തികമായി അവിടെ കൊണ്ട് പരാജയപ്പെട്ട് പിൻവാങ്ങേണ്ടി വരുന്നവരും ഒക്കെ ഉണ്ട്. എന്തായാലും അതെല്ലാം പറഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ സ്പീക്കർ ശ്രീ എൻ ഷംസീർ, ആശംസാ പ്രസംഗത്തിനെത്തിയ നിങ്ങളുടെ ഡയറക്ടറും മുതിർന്ന മാധ്യമപ്രവർത്തകനും എല്ലാവരും എൻ്റെ പ്രിയ സുഹൃത്തും എല്ലാം കൂടിയായ ശ്രീ ശ്രീ കാട്ടാമ്പള്ളി, നിങ്ങളുടെ ഈ കോഴ്സിൻ്റെ ഡയറക്ടർ ശ്രീ GP ഉണ്ണികൃഷ്ണൻ, എന്തായാലും മാധ്യമ പ്രവർത്തനത്തിലേക്ക് എത്താൻ ഇപ്പോൾ മാധ്യമപ്രവർത്തനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അത് ഏതെങ്കിലും തരത്തിലൊരു ഉപദേശമൊന്നുമല്ല, ഉപദേശത്തിനുള്ള പ്രായമൊന്നും എനിക്കായിട്ടില്ല. എന്തായാലും നിങ്ങളോട് എൻ്റെ ഒരു ചെറിയ കാലത്തെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, മാധ്യമപ്രവർത്തകർക്ക് വേണ്ടത് 2 കാര്യങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് ജനാധിപത്യ ബോധമാണ്. രണ്ടാമത് വേണ്ടത് അനീതി കണ്ടാൽ നമ്മുടെ മനസ്സിലൊരു വികാരം ഉണ്ടാകണം. ഒരു അനീതി ഒരു സ്ഥലത്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം വരുന്നു, സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് അതിനെതിരായ ഒരു വികാരം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാധ്യമപ്രവർത്തകനാവാം എന്നാണ് ഞാൻ കരുതുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർ നേരിടുന്ന, ഇപ്പോൾ സ്പീക്കർ അടക്കം ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ വിശ്വാസ്യത നഷ്ടമാകുന്നത് നമുക്ക് ജനാധിപത്യ ബോധം നഷ്ടമാകുമ്പോഴാണ്. ജനാധിപത്യത്തിന് ഏറ്റവും ലളിതമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു നിർവചനം നൽകിയിട്ടുള്ളത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വോൾട്ടയറാണ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അഭിപ്രായത്തെ എതിർക്കുവാനുള്ള നിൻ്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ എൻ്റെ ജീവൻ നൽകിയും സംരക്ഷിക്കും എന്നുള്ളതാണ്. നമ്മൾ ഒരു വാർത്ത നൽകുമ്പോൾ അല്ലെങ്കിൽ ഒരു അഭിപ്രായം രൂപീകരിക്കുമ്പോൾ ഭൂരിപക്ഷം അങ്ങനെ പറയുന്നു, ഭൂരിപക്ഷത്തിൻ്റെ ശരിയാണ്, അല്ലെങ്കിൽ ഭരണാധികാരി അങ്ങനെ പറയുന്നു, ആ ശരിയാണ് ശരി എന്നതിനപ്പുറത്തേക്ക് അതിനപ്പുറത്ത് നിൽക്കുന്ന വിയോജിപ്പിൻ്റെ ശബ്ദങ്ങൾ, വിയോജനത്തിൻ്റെ ശബ്ദങ്ങൾ, പ്രതിരോധം എത്ര ദുർബലമായിക്കോട്ടെ ആ ദുർബലമായ പ്രതിരോധത്തെ കൂടി കേൾക്കുവാനും അതിനെ അടയാളപ്പെടുത്തുവാനും നമുക്കുള്ള ഒരു ജനാധിപത്യ ബോധം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മൾ വാർത്തകൾ നൽകുമ്പോൾ ഈ വിശ്വാസ്യതയിലേക്ക്, വാർത്തയുടെ മറുവശം എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം വാർത്ത നൽകുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ശരിയായ വിശ്വാസ്യതയുള്ള വാർത്ത നൽകുക എന്നുള്ളത് തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകയെ സംബന്ധിച്ച് എല്ലാ കാലത്തും ആത്യന്തികമായി നിലനിൽക്കുന്നത്. നിങ്ങളുടെ ഒരു വാർത്തയുടെ പേരിൽ അടയാളപ്പെടുത്തുമ്പോൾ 100 നല്ല വാർത്തകൾ ചെയ്തതാണ്, പക്ഷേ നിങ്ങളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ പേരിലായിരിക്കും നിങ്ങളെ ആജീവനാന്തകാലം അടയാളപ്പെടുത്തുക. നമുക്ക് എപ്പോഴും തെറ്റുപറ്റാം, നമ്മൾ ഉറച്ചു വിശ്വസിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളിലും തെറ്റുപറ്റാം. പക്ഷെ ആ തെറ്റുണ്ടെങ്കിൽ അത് തെറ്റായി പോയെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ആ തെറ്റ് തിരുത്താനുള്ളൊരു ബോധം, ജനാധിപത്യ ബോധം കൂടി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. രണ്ടാമത്തെ വിഷയം ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു തെറ്റ് കണ്ടാൽ, അനീതി കണ്ടാൽ അതിനോട് പ്രതികരിക്കുവാനുള്ള ഒരു ഉള്ളിലെങ്കിലും ഒരു ബോധം ഉണ്ടാവണം. അത് ഞാനും നിങ്ങളും തമ്മിൽ കുറച്ച് 10-15 വർഷത്തിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ 15 വർഷം കൊണ്ട് നേരത്തെ ശ്രീ ഷംസീർ പറഞ്ഞതുപോലെ മലയാള മാധ്യമ രംഗം അല്ലെങ്കിൽ ലോകത്തെ ആകെ മാധ്യമ രംഗം വലിയ തോതിൽ മാറി.
ഞങ്ങൾ സ്കൂളിലോ കോളേജിലോ പഠിച്ചിരുന്ന കാലത്ത് ചാനലുകളൊക്കെ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ പോലും പത്രങ്ങളായിരുന്നു പ്രധാന മാധ്യമങ്ങളായിരുന്നത്. പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത നൽകി കഴിഞ്ഞാൽ ആ വാർത്ത തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് അച്ചടിച്ചു പോയതാണ്. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് മായ്ക്കാൻ കഴിയില്ല. പിറ്റേ ദിവസം തിരുത്തു കൊടുക്കാൻ മാത്രമേ കഴിയൂ. നിങ്ങളുടെ പേരിൽ ബൈലയിൽ ആ വാർത്ത എത്രയോ കാലം തെറ്റായ വാർത്ത നിങ്ങളുടെ മരണം വരെയും നിങ്ങളെ അത് പിന്തുടരുകയും ചെയ്തു. ഏതൊക്കെ സമയത്ത് നിങ്ങൾക്കെതിരെ ആക്രമണം വരുന്നോ നിങ്ങൾ ശരി ആയിരിക്കും പിന്നീട് ചൂണ്ടിക്കാണിക്കുന്നത്. അന്നേരമെല്ലാം എതിരാളി പ്രതിരോധിക്കുന്നത് ഈ തെറ്റായ വാർത്ത ഉയർത്തിക്കാട്ടി. പത്രങ്ങൾ കുറെ കൂടി ജാഗ്രതയുണ്ടായിരുന്നു, പിന്നെ കുറെ കൂടി സമയം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പത്രങ്ങൾ ആ ഒരു കാലത്ത് പത്രങ്ങൾ നിൽക്കുമ്പോൾ പത്രങ്ങളിലെ വാർത്തകൾ ഈ മാതിരി തെറ്റുകളിലേക്ക്, ഇത് സ്പീഡിൻ്റെ ഒരു വല്ലാത്ത സ്പീഡിൻ്റെ ഒരു കാലത്ത് വന്ന് ചാനലുകൾ വന്നതോടുകൂടി തെറ്റ് വന്നാലും കുഴപ്പമില്ല. പണ്ട് ഇപ്പോഴാണെങ്കിൽ അങ്ങനെ തെറ്റ് വന്നാൽ ചാനലിൽ തെറ്റ് വന്നാലും ആ തെറ്റുകളൊക്കെ യൂട്യൂബുകൾ അതുപോലെ കിടക്കുന്നത് കൊണ്ട് അത് പിന്നീട് ആൾക്കാർ തിരഞ്ഞെടുത്ത് അത് തിരുത്തുകയും അതിനെ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ തുടക്കകാലത്ത് ഒരു ചാനലിൽ ഒരു തെറ്റ് വന്നാൽ അവർ പിന്നീട് സംപ്രേഷണം ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ, ആരും റെക്കോർഡ് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കുമല്ലോ, റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ആ തെറ്റ് ഞങ്ങൾ പിന്നീട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞിട്ടില്ല എന്നാണ്. പിന്നീട് അതിലും ആരും അറിയാൻ തന്നെ പോകുന്നില്ല. അത്തരം ഒരു പ്രവണതയുടെയൊക്കെ ഫലമായിട്ട് ഒരു തരത്തിലുള്ള ഇത്തരം വിശ്വാസ്യതയിൽ നമ്മൾ കുറേയേറെ വിട്ടുവീഴ്ചകൾ വരുത്തുകയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ എത്തിക്കുക, കൂടുതൽ റേറ്റിങ്ങിന് വേണ്ടിയുള്ള തരത്തിലേക്ക് വാർത്തകളെ മാറ്റുക, ആ തരത്തിലേക്കൊക്കെ മാറിയതിൻ്റെ കൂടി ഒരു കാലത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അതും കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുന്നത്, നേരത്തെ സ്പീക്കർ പറഞ്ഞതുപോലെ നിങ്ങൾ വിഷ്വൽ മീഡിയയിലേക്കാണ് പോകുന്നത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിഷ്വൽ മീഡിയയിലേക്കായിരിക്കും, ഡിജിറ്റൽ മീഡിയയിലേക്കായിരിക്കും പോകുന്നത്. ലോകമാകമാനമുള്ള പരസ്യ വരുമാനത്തിൻ്റെ പകുതിയിലേറെ ഇപ്പോൾ നിൽക്കുന്നത് ഡിജിറ്റൽ മേഖലയിലാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെല്ലാം തന്നെ അവരുടെ മുഖ്യധാര ടെലിവിഷനേക്കാൾ കൂടുതൽ പണം ഇറക്കുന്നതും അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഡിജിറ്റൽ മേഖലയിലേക്കാണ്. അവിടെയാണ് ഇനി കൂടുതൽ സാധ്യത. എവിടെയാണ് കൂടുതൽ പരസ്യം കിട്ടുന്നത്, എവിടെയാണ് കൂടുതൽ വരുമാനം ഉണ്ടാകുന്നത്, അവിടേക്കായിരിക്കും കൂടുതൽ മാധ്യമങ്ങൾ ഈ തരത്തിലേക്ക് മാധ്യമ മുതലാളിമാർ മുതൽ മുടക്കുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഡിജിറ്റൽ മാധ്യമ മേഖലയിലേക്കാവും ഇനിയുള്ള വളർച്ച. ടെലിവിഷൻ്റെ ഒക്കെ പലപ്പോഴും പല ടെലിവിഷൻ ചാനലുകളും ആ ടെലിവിഷനെ കാണുന്നത് അവരുടെ ഡിജിറ്റൽ മാധ്യമത്തിലേക്കുള്ള കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള അവരുടെ ഒരു ഉപാധി, റോ മെറ്റീരിയൽ ആയിട്ടാണ് കാണുന്നത്. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കണ്ടന്റുകൾ ലഭിക്കില്ല. ഇതിനാൽ വ്യാപകമായി കണ്ടന്റുകൾ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഡിജിറ്റൽ കാലത്തേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. പണ്ട് ഒരു പത്രം തുടങ്ങണമെങ്കിൽ, ചാനൽ തുടങ്ങണമെങ്കിൽ വലിയൊരു മുതലാളിയൊക്കെ ആവശ്യമായിരുന്നു. നമ്മൾ പണ്ടത്തെ കാലത്തെല്ലാം മഹത്തരമാണ്, ഇപ്പോൾ മോശമാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, തിരിച്ചൊരു വശം കൂടിയുണ്ട്. മുമ്പ് അങ്ങനെ നിങ്ങൾക്കൊരു ചാനലോ പത്രമോ ഒക്കെ തുടങ്ങണമെങ്കിൽ, ചെറിയ പത്രമൊക്കെ പോലും പ്രതിരോധത്തിൻ്റെ വലിയ മുഖങ്ങളൊക്കെ ഉയർത്തിയിട്ടുള്ളത് ഇന്ത്യയിലായാലും ലോകത്തായാലും എല്ലാം ചെറുകിട പത്രങ്ങളും ചെറിയ പ്രസിദ്ധീകരണങ്ങളും ഒക്കെയാണ്. അവരൊക്കെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ കാലത്ത് അങ്ങനെ കാര്യമായ സ്ട്രഗിൾ ഇല്ലാതെ, സാമ്പത്തികമായി വൻ മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങാനും അതുവഴി നിങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെ കഴിയുന്ന, ഇപ്പോൾ റിവീഷിൻ്റെ ചാനലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ നിന്നയാളാണ്. ആ ചാനലിൻ്റെ മുതലാളി മാറിയപ്പോൾ അതിനോട് പ്രതിഷേധിച്ചിറങ്ങി സ്വന്തം നിലയിൽ ആ ചാനലിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറികൾ, അദ്ദേഹം കണ്ടെത്തുന്ന സ്റ്റോറികൾ, ആ സ്റ്റോറികളുടെ മൂല്യം കൊണ്ടാണ് മനുഷ്യൻ കാണുന്നത്. അത്തരം സാധ്യതകൾ കൂടി, പ്രതിരോധത്തിൻ്റെ വലിയ സാധ്യതകൾ കൂടി പുതിയ കാലത്തുണ്ട്. പഴയ കാലത്ത് നിൽക്കുന്നത് പോലെ ഞങ്ങൾക്ക് അവസരമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഗതികേട് കൊണ്ടാണ് ഇന്ന സ്ഥലത്ത് പോയി ജോലി ചെയ്യേണ്ടി വന്നത്, ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് പറയേണ്ട ഒരവസ്ഥ പുതിയ തലമുറയ്ക്കില്ല. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ തലമുറയ്ക്കും ഇപ്പോഴില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ആ തരത്തിലേക്ക് ഈ തലമുറയിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തനം ചെയ്യുന്നവർ മാറാൻ വേണ്ടി ശ്രമിക്കണം. അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയ്ക്ക് അടക്കം ഞങ്ങൾ അത്തരം ക്ലാസ്സുകളും അത്തരം ഡിജിറ്റൽ മീഡിയയെക്കുറിച്ചുള്ള അവയർനെസ്സും അത്തരത്തിലേക്കുള്ള AI അടക്കമുള്ള സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സുകളൊക്കെ നിരന്തരം ശില്പശാലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ചെറുപ്പക്കാരൊക്കെ അതിലേക്ക് വരുന്നുമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിമാനബോധം ഉയർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ശരികളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഏത് മുഖ്യധാര മാധ്യമവും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വാർത്തകൾ അല്ലെങ്കിൽ കൂടുതൽ റീച്ചിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ആധുനിക ഡിജിറ്റൽ കാലത്ത് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലെ ഏറ്റവും എളുപ്പ വഴി, ഏറ്റവും ഇക്കിളിയുള്ള വാർത്തകൾ, ഏറ്റവും പെട്ടെന്ന് എത്തുന്ന വാർത്തകൾ എത്തിക്കലാവും. പക്ഷേ അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജനാധിപത്യ ബോധവും അനീതിക്കെതിരെ പ്രതികരിക്കാനുള്ളൊരു ബോധവും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായും ആ നീതിക്കെതിരെ പ്രതികരിക്കാൻ കഴിയും. അത്തരം ഒരു പ്രതികരണശേഷി നിങ്ങൾക്ക് നമ്മളുടെ ഉള്ളിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാധ്യമപ്രവർത്തനത്തിൽ നമുക്ക് ഒരു നല്ല മാധ്യമപ്രവർത്തനമാകാൻ കഴിയും. ചിലപ്പം വിജയിക്കുന്ന മാധ്യമപ്രവർത്തനമാകാനും കഴിയും. പക്ഷേ നിങ്ങൾക്ക് ഒരു നല്ല മാധ്യമപ്രവർത്തനമാകാൻ കഴിയണം. ഇത് ആരായിക്കോട്ടെ, അധികാരം കൊണ്ട് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആൾ, നമ്മൾ അടിസ്ഥാനപരമായ പാഠം, നിങ്ങൾ ആരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും നിങ്ങൾ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ രണ്ട് തരത്തിലായി ഇപ്പോൾ, ഒന്നുകിൽ അവരോട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അതിവിധേയത്വം കാണിച്ച് സംസാരിക്കുക. അത് രണ്ടുമല്ല വേണ്ടത്.
ഞാനും ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആൾ നിൽക്കുമ്പോൾ നമ്മളുടെ ചോദ്യങ്ങൾ നമ്മുടെ സെൽഫ് റെസ്പെക്ട്, നമ്മൾ ചോദിക്കുന്നത് ഈ സമൂഹത്തിന് വേണ്ടിയാണ്. ആ സമൂഹത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ അവരെ അതിവിനയം കാണിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരാളെയും സാറ് എന്ന് വിളിച്ചല്ല നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അവരുടെ പേര് വിളിച്ചോ, തന്നെ മിസ്റ്റർ എന്ന് വിളിച്ചോ അല്ലെങ്കിൽ ശ്രീമാൻ എന്ന് വിളിച്ചോ തന്നെ വേണം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരാളോട് ചോദിക്കേണ്ട, അവർ നമ്മളെക്കാൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ ആണ് ഇരിക്കുന്നെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്, നമ്മളെക്കാൾ കൂടുതൽ ജനങ്ങളെ കാണുന്ന മനുഷ്യരാണ് രാഷ്ട്രീയക്കാരാണ്. ലോകത്ത് ഏറ്റവും പ്രയാസമേറിയ ജോലി ഈ രാഷ്ട്രീയ പ്രവർത്തനമാണ്. മറ്റെല്ലാ ജോലിക്കും വിശ്രമിക്കാൻ ഒരുപാട് അവസരം കിട്ടും. രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം രാവിലെ അതൊരു പഞ്ചായത്ത് മെമ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനി MPയോ MLA ഒക്കെ ആയിക്കോട്ടെ, ആരായാലും രാവിലെ വീട്ടിൽ ആൾ വരും. വരുന്നവരോട് നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയില്ല. റോഡിൽ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ വീട്ടുകാരുമായി പോയാൽ വഴിയിൽ തടഞ്ഞു നിർത്തിയ ആളുകൾ പരാതി പറയും, അവരുടെ പരിഭവങ്ങൾ പറയും. ചിലപ്പോൾ അവരുടെ പരാതി സംസാരിക്കുമ്പോൾ സാധാരണ മനുഷ്യർ ചിലപ്പോൾ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കും. അതൊക്കെ കേട്ടും എത്രയോ പ്രാവശ്യം കേട്ട് ഓരോ മനുഷ്യരുടെ ആവലാതികൾ, സങ്കടങ്ങൾ, അനീതികൾ, അവർ പറയുന്ന കള്ളങ്ങൾ, ശരികൾ, ഇതെല്ലാം ഓരോ ദിവസവും 100 കണക്കിന് പേരുടെ കേട്ടാണ് ഈ ഓരോ അത് ഏത് പാർട്ടിയായാലും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ അവർക്ക് ആ തരത്തിലേക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ എത്തുന്നത് എന്നതുകൂടി നമ്മൾ ഓർത്തിരിക്കണം. പക്ഷേ അവരുടെ മുന്നിൽ വിധേയരായി നിൽക്കുകയോ നടുവളച്ച് നിൽക്കുകയോ അല്ല വേണ്ടത്. അധികാരത്തോടു കൂടി തന്നെ എങ്ങനെയാണോ തുല്യമായി കണ്ടുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ. അതിന് ആരായിക്കോട്ടെ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് മഹത്തരമാണെന്ന് പറയാൻ വേണ്ടിയൊന്നുമല്ല. ഞങ്ങളുടെ അധ്യാപകൻ ഒരു ക്ലാസ്സിൽ ഈ പ്രസ് ക്ലബ്ബിലാണ്, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലാണ് ഞാൻ പഠിച്ചത്. പഠിപ്പിച്ച അധ്യാപകൻ ഇംഗ്ലീഷ് വാർത്തകളുടെ ഇൻട്രോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞ് ഇപ്പോൾ ഞങ്ങളൊക്കെ എഴുതി നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയൊക്കെ മോശമാണ്. സാധാരണപ്പെട്ട സ്കൂളുകളിൽ നിന്നൊക്കെ വന്നിട്ടാണ് ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന് പഠിക്കുന്ന സമയത്താണ് അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യം പുള്ളി തെറ്റിച്ചു. അപ്പോൾ പുള്ളി വളരെ ഒരു മോശമായ രീതിയിൽ ഞങ്ങളുമായി സംസാരിച്ചു. ഇപ്പോൾ ഇംഗ്ലീഷ് പത്രത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന എക്സ്പ്രസിൻ്റെ എനിക്ക് ഒന്ന് ക്ലാസ് എടുക്കാനുണ്ട് അനലിസ്റ്റും ഉണ്ട്. അപ്പോൾ പുള്ളി അവസാനം പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ ക്ലാസ് ഇരിക്കേണ്ട ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു. ശരിയാകാൻ പറ്റുന്നില്ല. അപ്പം അനിൽ പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോവില്ല, ഞാൻ ഫീസ് തന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്ന തരത്തിൽ പഠിപ്പിക്കാനാണ് സാറിനെ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുക എന്നുള്ളത് സാറിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഇറങ്ങി അദ്ദേഹം ആദ്യം വളരെ പ്രശ്നമായ വല്ലാത്തൊരു പെട്ടെന്ന് പുള്ളി ചൂടാകുകയൊക്കെ ചെയ്തു. അവസാനം പുള്ളി ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോയി. നമ്മൾ ഇറങ്ങിപ്പോവില്ല, ഞങ്ങൾ ഇറങ്ങിപ്പോവില്ല, സാറ് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി പഠിപ്പിക്കണം, അതിനാണല്ലോ നമ്മൾ അവിടെ പഠിക്കാൻ ചെന്നത്. സാറ് പറഞ്ഞ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കിക്കാന്നുള്ള ഉത്തരവാദിത്തമുണ്ടല്ലോ. അന്നത്തെ ഡയറക്ടർ VK സോമനാണ്. അപ്പം പുള്ളി ഇറങ്ങിപ്പോയി. നേരെ VK സോമൻ്റെ അടുത്ത് എന്തോ പറഞ്ഞിട്ട് പോയി. അതിനുശേഷം പുള്ളി ക്ലാസ്സിൽ എന്താ സംഭവം എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇതാണ് സംഭവം, ഇങ്ങനെയാണ് പുള്ളി ഈ കാര്യം പഠിപ്പിച്ച് ഞങ്ങൾക്ക് മനസ്സിലായില്ല, മനസ്സിലാവാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ചോദിച്ചു. അപ്പോൾ പുള്ളി വീണ്ടും അതിനെ മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കാതെ നിങ്ങൾക്ക് പറ്റില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയല്ല ഒരു വിദ്യാർത്ഥിയോട് പെരുമാറേണ്ടത്. സ്വാഭാവികമായതൊരു ഇഷ്യൂ ആയി ഒന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അദ്ദേഹം വന്ന് ക്ലാസ് തീരുന്നതിന് കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞത്, അവിടെയാണ് ഒരു അധ്യാപകൻ്റെ മഹത്വം ഞാൻ കാണുന്നത്. അദ്ദേഹം തിരിച്ചു വന്ന് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളതുകൊണ്ടാണ് എന്നെ ഇവിടെ അധ്യാപകനായി നിയോഗിച്ചത്. അപ്പോൾ അത് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വാദം അംഗീകരിക്കുന്നു, ആ രീതിയിലേക്ക് ഞാൻ മാറാൻ തയ്യാറാണ്, നിങ്ങളുടെ വാദത്തെങ്കിലും. പക്ഷെ അത് ഒരു അധ്യാപകൻ അന്ന് കാണിച്ച കേരളത്തിലെ ഒരു പ്രശസ്തനായ മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം അന്ന് കാണിച്ച ഒരു മഹത്വം എന്ന് പറയുന്നത്, ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്നൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. മഹത്വം എന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പോൾ ഒരു വൈകാരിക അവസ്ഥയിൽ ഒരു ചെറിയ കുട്ടികളാണ് പറയുന്നത്, ഞാൻ ഇത്രയും വലിയ മാധ്യമപ്രവർത്തനായ അദ്ദേഹത്തോട് മുഖത്ത് നോക്കി ഇത്തരത്തിലൊക്കെ വർത്തമാനം പറയുന്നു. അപ്പോൾ അതിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടായ ഒരു ഈർഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഉണ്ടായതാണ്. പക്ഷെ അത് തിരിച്ചറിയാനും തിരിച്ചു വന്ന് നമ്മളോട് പറയാനും കാണിക്കുന്ന ഒരു ആർജവം എന്ന് പറയുന്നത് ഏതൊരു മാധ്യമപ്രവർത്തക വിദ്യാർത്ഥികൾ ഞങ്ങളടക്കം അത് കണ്ടുപഠിക്കേണ്ടതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരു പാഠമാണ്. ഞങ്ങളെക്കാൾ എത്ര ഉയർന്നു നിൽക്കുന്ന ഒരാൾ വേണമെങ്കിൽ ക്ലാസ്സിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, പ്രസ് ക്ലബിൻ്റെ ഒക്കെ അധികാരം ഉപയോഗിച്ചുകൊണ്ടെന്ന് പത്രപ്രവർത്തകരല്ലേ ഒരു വിദ്യാർത്ഥിയായിട്ട് വന്നത്, നിങ്ങളെങ്ങനെയാണ് ഞങ്ങൾക്കെതിരെ പോരാടും, നിങ്ങളെ വേണേൽ പുറത്താക്കാം എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാമായിരുന്നു. പക്ഷേ അവർ അന്ന് പുറത്താക്കാനല്ല തീരുമാനിച്ചത്, ആ തെറ്റ് തിരുത്തിക്കൊണ്ട് ഞങ്ങളെ ചേർത്ത് നിർത്താനാണ് തീരുമാനിച്ചത്. അതിലൂടെ ഞങ്ങൾ പഠിച്ചൊരു പാഠം ആരുടെ മുന്നിലായാലും അങ്ങനെ പറയേണ്ട കാര്യങ്ങൾ പറയാം, അധികാരത്തോടു കൂടി തന്നെ പറയാം. അങ്ങനെ പറയുന്നത് അംഗീകരിക്കലാണ് മാന്യതയുള്ളത്, അങ്ങനെ അംഗീകരിക്കലാണ് ശരി എന്ന ഒരു ബോധം കൂടിയാണ് ഞങ്ങളുടെ ഉള്ളിലടക്കം ഉണ്ടായത്. അത് ഇപ്പോഴത്തെ അധ്യാപകർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇനി നിങ്ങളങ്ങനെ പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ പറയാൻ കഴിയുന്ന വിദ്യാർത്ഥികളായി മാറിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ തെറ്റിന് നേരെ ആ നിലയിൽ നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാധ്യമപ്രവർത്തകരായി നാളെ നിൽക്കാൻ കഴിയൂ. അതിന് ആരുടെ മുന്നിലായാലും അത്തരം കാര്യത്തിൽ, അതിന് നമ്മുടെ പത്രത്തിൻ്റെ മുതലാളിയായാലും ഒരാൾ വാർത്ത എഴുതാൻ പറയുമ്പോൾ പലരും പറയും മാനേജ്മെൻറ്റ് സമ്മർദ്ദം എന്നൊക്കെ പറയും. മാനേജ്മെൻറ്റ് സമ്മർദ്ദം എന്നൊക്കെ പറയുമ്പോഴും അത് ഒരു പരിധിവരെ നിങ്ങൾക്ക് യാഥാർത്ഥ്യം എങ്ങനെയാണ്? നിങ്ങൾ മാനേജ്മെൻറ്റ് താല്പര്യത്തിൻ്റെ വാർത്ത എഴുതാൻ പറയുന്നു, എനിക്കത് പറ്റില്ല, ഞാനത് എഴുതില്ല എന്ന് പറഞ്ഞാൽ 1-2 തവണ മാനേജ്മെൻറ്റ് നിങ്ങളോട് പറയും. പിന്നീട് ഇത് എഴുതാൻ തയ്യാറായി നിൽക്കുന്ന കുറേ ആളുകളുണ്ട്.
പിന്നീട് അവരോട് പറയും അവരെ ചെയ്തുള്ളൂ. ഈ എഴുതാൻ തയ്യാറില്ലാത്ത ഒരു മഹാഭൂരിപക്ഷം മാനേജ്മെൻറ്റുകൾ എഴുതാൻ തയ്യാറില്ലാത്ത ആളോട് അത്തരം വാർത്തകൾ എഴുതാൻ പിന്നീട് പറയില്ല. ചിലപ്പോൾ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ നിങ്ങൾ തെറ്റായ വാർത്ത എഴുതാനോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങി വാർത്തകൾ എഴുതാനോ നിർബന്ധിതരായിത്തീരുന്ന അവസ്ഥയൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു പത്രസ്ഥാപനത്തിൽ ജോലിയില്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം കരിയറാകെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള അവസ്ഥയൊന്നും എന്തായാലും സമകാലീന അവസ്ഥയിലില്ല. നിങ്ങൾക്കടക്കം സ്വന്തമായി നിൽക്കാനും ഒക്കെ കഴിയും. അപ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും നമുക്ക് ആ ഒരു ആത്മവിശ്വാസം വേണം. ആ തെറ്റിന് നേരെ ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കാനും അത് പറയാനും അതിൻ്റെ പേരിൽ നഷ്ടമുണ്ടായാൽ അതിനെ ഞങ്ങൾക്ക് നേട്ടമാക്കി മാറ്റാൻ കഴിയും എന്നുള്ള ഒരു ആർജവം കൂടി നമ്മുടെ മനസ്സിൽ വേണം. അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരായി മാറാൻ നിങ്ങൾ എത്ര പേർക്ക് അങ്ങനെ പിന്നെ നാളെ മാധ്യമപ്രവർത്തകരാകും എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ 25 പേർ ആദ്യത്തെ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ ഡയറക്ടർ വന്ന് പറഞ്ഞു ഇതിലൊരു 6-7 പേർ മാധ്യമപ്രവർത്തകരാകും, മറ്റാരും ആകില്ല. അപ്പോൾ ഈ 25 പേരും വിചാരിക്കുന്നത് ഞാനാവും, മറ്റാരോ കുറേ പേരൊക്കെയാണ് ആവാത്തത് എന്നാണ്. പക്ഷെ പിന്നീട് ഭാവിയിൽ വന്നപ്പോൾ അത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു. വളരെ കുറച്ച് പേർ മാത്രമാണ്, 10-12 പേർ മാത്രമാണ് മാധ്യമപ്രവർത്തകരായി മാറിയത്. മറ്റുള്ളവരെല്ലാം മറ്റ് തൊഴിലുകളിലേക്കൊക്കെ പിന്നീട് മാറിപ്പോവുകയും ഒക്കെ ചെയ്തു. അവരെത്രയോ കാലത്ത് എക്സ്പീരിയൻസ് വെച്ച് ഇങ്ങനെ കൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര പേർ ആകും എന്നറിയില്ല. പക്ഷേ മാധ്യമപ്രവർത്തകരായാലും മറ്റേത് മേഖലയിൽ ചെന്നാലും ഈ ജനാധിപത്യ ബോധവും അനീതിക്ക് നേരെ പ്രതികരിക്കാനുള്ള ഒരു ആർജവും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ അന്തസ്സ് എല്ലാ കാലത്തും ഏത് കാലത്തും തലയുയർത്തി നിൽക്കാനുള്ള ഒരു അഭിമാന ബോധം നിങ്ങൾ സൂക്ഷിക്കുക. എല്ലാ ജേർണലിസം വിദ്യാർത്ഥികളെയും നാളത്തെ മാധ്യമപ്രവർത്തകരെയും ഒരിക്കൽ കൂടി പത്രപ്രവർത്തക യൂണിയന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഒരുക്കി തന്ന ഈ നിയമസഭ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങളൊന്നും പഠിച്ച കാലത്ത് ഇങ്ങനെ കിട്ടിയില്ല. ഞങ്ങൾക്ക് ആകെ ഒരു ദിവസം ഗ്യാലറിയിൽ വന്നിരുന്ന് ഇത് കാണാനുള്ള ഒരു അവസരം മാത്രമാണ് കിട്ടിയത്. പിന്നെ റിപ്പോർട്ട് ചെയ്താണ് അവസാനം ഇത് പഠിക്കേണ്ടി വന്നത്. പക്ഷേ അങ്ങനെയല്ല, റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ക്ലാസ്സുകളിലടക്കം പങ്കെടുക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് അതിനു മുമ്പ് കഴിയുന്നു എന്നുള്ളത് വലിയൊരു അവസരമാണ്. അത്തരം ഒരു അവസരത്തെ നിങ്ങൾ പരമാവധി സർഗാത്മകമായി തന്നെ വിനിയോഗിക്കാൻ കൂടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ആശംസാ പ്രസംഗം നടന്നതിനായി പ്രസ് ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം ഡയറക്ടർ CB കാട്ടാമ്പള്ളി സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യ സ്പീക്കർ ശ്രീ ഷംസീർ, ഷാജൻ സി ബേബി, MS വിജയൻ, എൻ്റെ പ്രിയ സുഹൃത്ത് കിരൺ ബാബു, ശ്രീ GP ഉണ്ണികൃഷ്ണൻ. സുദീർഘമായൊരു പ്രസംഗത്തിന് ഇനി പ്രസക്തിയില്ല. കാരണം എൻ്റെ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനുമായ കിരൺ സൂര്യകിരണമായിട്ട് നമ്മുടെ മേൽ പതിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇനിയും ഒരു ചന്ദ്രനെടുത്ത് വല്ലൊരു ഇത് റിഫ്ലക്റ്റ് ചെയ്യാൻ മാത്രമേ എന്നെ കൊണ്ടാവൂ. അതുകൊണ്ട് ഞാനൊരു സാഹസത്തിന് മുതിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇത് എൻ്റെ തന്നെ സ്റ്റുഡൻസാണ്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ അവരെ പരമാവധി ഈ സൂര്യ ആഘാതം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ വീണ്ടും ഒരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ ഈ 2 ദിവസത്തെ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബജറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു സംവിധാനം. അതറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ശ്രീ കിരൺ നേരത്തെ ദീർഘകാലം വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥാപനമാണ് കേരള കൗമുദി. കേരള കൗമുദി ഒരു തവണ വളരെ കാലത്തിന് മുമ്പാണ് കേരള ബജറ്റ് ചോർത്തി. കേരള ബജറ്റ് പിറ്റേ ദിവസം ഏത് കാലഘട്ടത്തിലാണ് ഞാൻ ഓർമ്മിക്കുന്നില്ല, പിറ്റേ ദിവസം അസംബ്ലിയിൽ അവതരിപ്പിക്കേണ്ടതാണ്. ആ രേഖയാണ് തലേ ദിവസം ഗവൺമെൻറ് പ്രസ്സിൽ അച്ചടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബജറ്റ് ചോർന്നു പറഞ്ഞാൽ കേരളത്തിലേക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അതെന്ന് ഈ പ്രസ്സിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അകത്തേക്ക് പോകുമ്പോഴും തിരിച്ചു പോകുമ്പോഴും കർശനമായ പരിശോധനയാണ്. അപ്പോൾ അന്നത്തെ ലേഖകന്മാരുടെ മിടുക്കും അതിനകത്ത് സാഹസികനാകാനായ ഒരു ഗവൺമെൻറ് പ്രസ് ജീവനക്കാരൻ്റെ സന്നദ്ധതയും കൂടെ ആയപ്പോൾ ബജറ്റ് ചോർന്നു. അത് ചെയ്ത പണി എന്തെന്ന് വെച്ചാൽ അന്ന് ഈ യൂണിഫോം പാൻറ്റും ഷർട്ടും ഒന്നും ഇല്ലായിരുന്നു, മുണ്ടും ഷർട്ടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുണ്ട് ഉരിഞ്ഞെടുത്തിട്ട് ഈ അന്നത്തെ ഈ ട്രെഡിൽ പ്രസ്സിലേക്ക് വെച്ചിട്ട് ഉരുട്ടി അങ്ങ് എടുത്തു. അപ്പം ബജറ്റിൻ്റെ ഒരു 3-4 പേജ് പ്രധാനപ്പെട്ട ഭാഗം അത് ചോർന്നിട്ട് അതിൽ കൂടുതൽ എന്താ ഒരു എക്സ്ക്ലൂസീവ് ഒരു ബജറ്റ് കിട്ടുക. ഞാനിത് മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ പരിപാടി സംഘടിപ്പിച്ച ഈ കേരളാപ്സിന് പ്രത്യേക നന്ദിയുണ്ട്. കാരണം അതിനകത്ത് ബഹുമാന്യ ശ്രീ സ്പീക്കർ പ്രത്യേക താല്പര്യം എടുത്തു. ഇത് ഈ കോഴ്സിൻ്റെ ഫീസ് പോലും നമ്മൾക്ക് ഒഴിവാക്കി തന്നിരിക്കുകയാണ്. കാരണം ഈ പ്രസ് ക്ലബിൻ്റെ റവന്യൂ കൊണ്ട് കൂടിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്തു പോകുന്നത്. ഈ ലോകം എമ്പാടുമുള്ള ഒരു ക്രൈസിസ് ഉണ്ട്. ഈ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരുന്ന പുതിയ തലമുറയുടെ എണ്ണം കുറഞ്ഞു വരിക. അതിനകത്ത് സ്ത്രീ
അല്ലെങ്കിൽ വനിതാ ആധിപത്യം കൂടുകയുമാണ്. അത് നല്ലൊരു ട്രെൻഡാണ്. കാരണം വനിതകൾ കൂടുതലായി വരുന്നുണ്ട്. കാരണം പത്രപ്രവർത്തനത്തിൻ്റെ കുറച്ചുകൂടി, കാരണം ഈ എന്താ പളുപളുപ്പിലേക്ക് വീണു പോകാതെ ഈ ഡൽഹിയിലോ ബോംബെയിലോ ഉള്ള മാധ്യമപ്രവർത്തനത്തിൽ അത് കേരളത്തിൽ അത്രയും ആയിട്ടില്ല, എന്നാലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പളുപളുപ്പിലേക്ക് വീണു പോകാതിരിക്കാനായിട്ട് വനിതാ ജേർണലിസ്റ്റുകൾക്ക് ഉണ്ടാകുന്ന ഒരു ആർജവം ഞാൻ പലയിടത്തും നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ ചിത്ര സുബ്രഹ്മണ്യം എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വനിതാ ജേർണലിസ്റ്റുമായിട്ട് സംസാരിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് അന്ന് കിട്ടുമായിരുന്ന പണത്തിൻ്റെ ഓഫർ ഡൽഹിയിൽ നിന്നൊരു മുതിർന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റാണ് അവിടെ പറഞ്ഞു നിന്നിട്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടത്, എവിടെയാണ് പൈസ തരേണ്ടത്, അവിടെ എത്തിച്ചു തരാം, ഇനി ഉപദ്രവിക്കരുത് എന്നാണ് ഓഫേഴ്സിൻ്റെ ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ അതിജീവിക്കുക എന്നുള്ളതാണ് ഇനി വരുന്ന തലമുറയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ ആരും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആകണമെന്ന് ഞാൻ പറയുകയല്ല. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമാണ്. കാരണം സ്വദേശാഭിമാനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അദ്ദേഹം വക്കം മൗലവി കൊടുത്ത ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് ഒരുപാട് നഷ്ടം വന്നു. അത് വലിയ ധനാഢ്യനായിരുന്നു. പക്ഷേ ആ വക്കം മൗലവി കൊടുത്ത ഒരു സ്വാതന്ത്ര്യം കൊണ്ടാണ് സ്വദേശാഭിമാനി ചിരപ്രതിഷ്ഠ നേടിയത്. അന്നത്തെ ആ സ്വാതന്ത്ര്യം ഇവിടെ കിട്ടില്ല എന്ന് കിരൺ സൂചിപ്പിച്ചു. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് പരമാവധി സത്യസന്ധതയോടെ, സ്പീക്കർ സൂചിപ്പിച്ചതുപോലെ സത്യസന്ധത വളരെ അത്യാവശ്യമുള്ളൊരു കാലഘട്ടമാണ്. കാരണം ഈ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് ഒരു ആഗോളതലത്തിലൊരു വലിയ പ്രതിഭാസമായിട്ട് വളർന്നിരിക്കുക. ഒരു 3 ലേഖകന്മാർ ചേർന്നാൽ ഒരു ഫേക്ക് ന്യൂസ് അത് യഥാർത്ഥ വാർത്തയായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റും. കുറഞ്ഞപക്ഷം ഒരു 3-4 ദിവസം, അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ ഒരു ടെലികാസ്റ്റിങ് തുടങ്ങിയാൽ രാവിലെ തൊട്ടൊരു വൈകുന്നേരം വരെ പിടിച്ച് ചെയ്യുക. വൈകുന്നേരം ആകുമ്പോൾ അത് പിന്നെ പൊളിഞ്ഞു പോകും. പക്ഷേ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അങ്ങനെ ആ ഒരു ഗണിയിലേക്ക് വീണു പോകാതെ നമ്മുടെ വായനക്കാരെയും പ്രേക്ഷകരെയും നമ്മളോട് തന്നെയും സത്യസന്ധതയോടെ ജീവിക്കാൻ കഴിയണം. ഈ സെമിനാർ അതിന് നമുക്ക് ശക്തി പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി കേലാംസ് ഡയറക്ടർ GP ഉണ്ണികൃഷ്ണൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ, അധ്യക്ഷത വഹിച്ച സെക്രട്ടറി ഇൻചാർജ് ഷാജി C. ബേബി, ഇതിൽ ആശംസാ പ്രസംഗം നടത്തിയ ശ്രീ കിരൺ ബാബു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സിബി കാട്ടാമ്പള്ളി എന്നിവർക്ക് കേലാംസിൻ്റെയും ന്യൂസ് സെക്രട്ടറിൻ്റെയും പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. നമസ്കാരം.